നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി ശനിയാഴ്ച കാസർഗോഡ്. അൻവർ ഓർമ്മയിൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ ഒപ്പം ഫോട്ടോ എടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കേസിലെ 13ാം പ്രതിയും പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദേശീയപാതയിൽ മഞ്ചേശ്വരത്ത് വീണ്ടും വാഹനാപകടം. പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഉദ്യാവര സ്വദേശി അബ്ദുൾ ഹമീദാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള റീച്ചിൽ അപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. പെരിയയിലെ അടിപ്പാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ബുധനാഴ്ച പുല്ലൂരിലെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണത്. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. ഇത്തവണ 79 സർക്കാർ വിദ്യാലയങ്ങളും 29 എയ്ഡഡ് സ്കൂളുകളും 100 മേനി നേടി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരുമാനത്തിൽ മികച്ച വർധന. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയതാണ് കാസർഗോഡിന്റെ വരുമാനം വർദ്ധിക്കാൻ സഹായകമായത്. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ശനിയാഴ്ച അൻവർ ഓർമ്മയിൽ എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അൻവർ അനുസ്മരണം പ്രഭാഷണം നടത്തും. കേരളത്തിലെ മറ്റ് മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. കാസർഗോഡിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് ചൊവ്വാഴ്ച 8 വയസ്സ് തികഞ്ഞു. ഓർമ്മദിനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ അൻവർ ഓർമ്മയിൽ എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും CCN സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ NH അൻവർ അനുസ്മരണം നടത്തും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണി ജോസഫ്, കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ K വിജയകൃഷ്ണൻ, VV മനോജ് കുമാർ, ഹരീഷ് P നായർ, M ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, TV മോഹനൻ, വിനോദ് P, അബ്ദുള്ള M, ദിവാകര K, പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ ഒപ്പം ഫോട്ടോ എടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. കേസിലെ 13ാം പ്രതിയും പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതിയും CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം പ്രമോദ് പെരിയയെ അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സലിന് നൽകിയതായി DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചു. പെരിയ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് പ്രമോദ് പെരിയ. ബാലകൃഷ്ണന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത്. കല്യാണ സൽക്കാരം ചൊവ്വാഴ്ച പെരിയ മൊയോലത്തുള്ള ഓഡിറ്റോറിയത്തിലുമാണ് നടന്നത്. അതേസമയം ബാലകൃഷ്ണന്റെ സഹോദരൻ തന്റെ വീട്ടിൽ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് വിവാഹ സൽക്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നുമാണ് പ്രമോദ് പെരിയയുടെ വിശദീകരണം. താൻ മാത്രമല്ല മറ്റ് ഏതാനും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതായും പ്രമോദ് പറഞ്ഞിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ നടപടികൾ കൊച്ചി CBI കോടതിയിൽ നടക്കുന്നതിനിടെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിയ.
ദേശീയപാതയിൽ മഞ്ചേശ്വരത്ത് വീണ്ടും വാഹനാപകടം. പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഉദ്യാവര സ്വദേശി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കുഞ്ചത്തൂരിൽ 3 പേരാണ് മരണപ്പെട്ടത്. മഞ്ചേശ്വരത്ത് 6-വരിപ്പാതയിൽ വീണ്ടും അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് ഇടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. ഉദ്യാവര സ്വദേശി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8ഓടെ ഉദ്യാവര 10-ാം മൈൽ 6-വരിപ്പാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം കുഞ്ചത്തൂരിലുണ്ടായ വാഹനാപകടത്തിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 3 പേരാണ് മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള റീച്ചിൽ അപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. 2 അപകടങ്ങളാണ് ഈ റീച്ചിലുണ്ടായത്. പെരിയയിലെ അടിപ്പാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ബുധനാഴ്ച പുല്ലൂരിലെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണത്. ദേശീയപാത വികസനത്തിന്റെ വേഗതയോടൊപ്പം സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബുധനാഴ്ച വൈകിട്ട് 4:30 മണിയോടെയാണ് ദേശീയപാതയുടെ ഭാഗമായി പുല്ലൂരിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഗർഡർ തകർന്നു വീണത്. ദേശീയപാതയുടെ ഭാഗമായി വളവുകൾ കുറയ്ക്കുന്നതിന് നിർമ്മിക്കുന്ന പുല്ലൂരിലെ പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള 5 ഗർഡറുകളും സ്ലാബുകളുമാണ് തകർന്നത്. ഈ സമയത്ത് സമീപ പ്രദേശത്ത് തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് പരാതിയുണ്ട്. ഗർഡർ തകർന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ വേഗതയ്ക്കൊപ്പം സുരക്ഷയ്ക്കും കൃത്യത ഉണ്ടാക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പകലിവിടെ ഒരു പണിയും നടക്കാതെ രാത്രി മാത്രം വന്ന് ഇതിൻ്റെ പാലത്തിൻ്റെ സാമഗ്രികൾ ഫിറ്റ് ചെയ്യുകയും അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകൾ മറ്റേ വലിയ ഇതൊക്കെ വന്ന് ഇവിടെ ജോലി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം 4:30 മണിയാകുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുകയും പരിസരവാസികൾ 200 മീറ്റർ അപ്പുറമുള്ള വീട് പോലും ഞെടുങ്ങിക്കൊണ്ടുള്ള ശബ്ദം കേൾക്കുകയും പരിസരവാസികൾ ഓടിക്കൂടുകയും ചെയ്തപ്പോൾ പാലത്തിൻ്റെ 3 പാളി വച്ചിരിക്കുന്നു. പാലത്തിന് അതിൻ്റെ കിഴക്ക് വശം വരുന്ന ഒരു പാളി അതേപോലെ ഈ ഫിറ്റ് ചെയ്ത അവിടെ നിന്ന് താഴെ പോവുകയും ആ പാളി താഴെ ഇപ്പം അതേ രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് പെരിയയിൽ നടന്ന സമാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 2022 ഒക്ടോബർ 28 പുലർച്ചെയാണ് പെരിയയിലെ അടിപ്പാത തകർന്നു വീണത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ അടിപ്പാതയുടെ മേൽപ്പാളി ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ സൂറത്കൽ NIT വിദഗ്ധർ എത്തിയിരുന്നു. NITയിൽ നിന്നുള്ള പ്രത്യേക സംഘം വിശദമായ പരിശോധനയ്ക്ക് ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. എന്നാൽ അടിപ്പാതയുടെ മേൽപ്പാളി തകരാൻ ഇടയായ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നിർമ്മാണത്തിലെ പാളിച്ചയാണോ കരാറുകാരുടെയോ ജോലിക്കാരുടെയോ വീഴ്ചയാണോ എന്നത് സംബന്ധിച്ചുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ എത്രത്തോളം നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് നാട്ടുകാരായ ഞങ്ങൾക്ക് വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അത് രാഷ്ട്രീയപരമായി പറയുകയല്ല. നമ്മൾ പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോണ്ട് അടക്കം നൽകിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ അതിൽ എന്ത് അഴിമതിയും അവർക്ക് നടത്താം എന്നുള്ളതിൻ്റെ ഒറ്റ തെളിവാണ്, ഏറ്റവും വലിയ തെളിവാണ് പെരിയയിൽ കഴിഞ്ഞ പാലം തകർന്നു വീണതും അതുപോലെ തന്നെ ഇപ്പോൾ പുല്ലൂർ തകർന്നു വീണിരിക്കുന്ന പാലവും. അന്ന് നടന്ന അപകടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. 2 അപകടങ്ങളും ഏതാനും കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള സ്ഥലങ്ങളിലാണ് നടന്നത്. മേഘ കൺസ്ട്രക്ഷനാണ് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലെ നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. ഇത്തവണ 79 സർക്കാർ വിദ്യാലയങ്ങളും 29 എയ്ഡഡ് സ്കൂളുകളും 100 മേനി നേടി. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. ജില്ലയിൽ 10,703 ആൺകുട്ടികളും 9,844 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 10,649 ആൺകുട്ടികളും 9,824 പെൺകുട്ടികളും തുടർ പഠനത്തിന് യോഗ്യത നേടി.
100 മേനി നേടിയ സർക്കാർ സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് GHSS ചെർക്കള സെൻട്രൽ സ്കൂളിൽ. 100 മേനി നേടിയ എയ്ഡഡ് സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 6014 ആൺകുട്ടികളും 5491 പെൺകുട്ടികളുമായി പരീക്ഷ എഴുതിയ 11,505 വിദ്യാർത്ഥികളിൽ 5,962 ആൺകുട്ടികളും 5,472 പെൺകുട്ടികളുമായി 11,434 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 4,689 ആൺകുട്ടികളും 4,353 പെൺകുട്ടികളുമായി പരീക്ഷ എഴുതിയ 9,042 വിദ്യാർത്ഥികളിൽ 4,687 ആൺകുട്ടികളും 4,352 പെൺകുട്ടികളുമായി 9,039 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. കാസർഗോഡ് റവന്യൂ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത് 348 ആൺകുട്ടികളും 779 പെൺകുട്ടികളും ആകെ 1,127 വിദ്യാർത്ഥികൾ. കാഞ്ഞങ്ങാട് റവന്യൂ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത് 671 ആൺകുട്ടികളും 1,112 പെൺകുട്ടികളും ആകെ 1,783 വിദ്യാർത്ഥികൾ. 79 സർക്കാർ വിദ്യാലയങ്ങൾക്കും 29 എയ്ഡഡ് സ്കൂളുകൾക്കും 100 മേനി വിജയം. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 3 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉന്നത പഠനത്തിന് യോഗ്യത ലഭിക്കാത്തത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 20% വിദ്യാർത്ഥികൾ A+ നേടി. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ മലയാളം 1-ാം പേപ്പറിന് 6,081 കുട്ടികളും മലയാളം 2-ാം പേപ്പറിന് 5,572 കുട്ടികളും ഇംഗ്ലീഷിന് 2,640 കുട്ടികളും ഹിന്ദിക്ക് 3,206 കുട്ടികളും സാമൂഹിക ശാസ്ത്രത്തിന് 2,469 കുട്ടികളും ഊർജ്ജതന്ത്രത്തിന് 2,223 കുട്ടികളും രസതന്ത്രത്തിന് 3,031 കുട്ടികളും ബയോളജിക്ക് 3,504 കുട്ടികളും ഗണിതത്തിന് 2,175 കുട്ടികളും IT-ക്ക് 5,695 കുട്ടികളും A+ നേടി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ മലയാളം 1-ാം പേപ്പറിന് 5,843 കുട്ടികളും മലയാളം 2-ാം പേപ്പറിന് 6,055 കുട്ടികളും ഇംഗ്ലീഷിന് 3,167 കുട്ടികളും ഹിന്ദിക്ക് 3,985 കുട്ടികളും സാമൂഹിക ശാസ്ത്രത്തിന് 3,596 കുട്ടികളും ഊർജ്ജതന്ത്രത്തിന് 3,078 കുട്ടികളും രസതന്ത്രത്തിന് 3,868 കുട്ടികളും ബയോളജിക്ക് 3,391 കുട്ടികളും ഗണിതത്തിന് 2,747 കുട്ടികളും IT-ക്ക് 6,377 കുട്ടികളും A+ നേടി. SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ല 99.97% വിജയം നേടി സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയും 99.38% വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിന് അർഹരാക്കി. വിജയത്തിന് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ അധ്യാപകർക്കും വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കും രക്ഷിതാക്കൾക്കും ജില്ലാ കളക്ടർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉന്നത പഠനത്തിന് ഇത്തവണ യോഗ്യത നേടാതിരുന്ന വിദ്യാർത്ഥികൾ തുടർന്നുള്ള പരീക്ഷകളിൽ വിജയിക്കട്ടെ എന്ന് കളക്ടർ ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരുമാനത്തിൽ മികച്ച വർധന. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയതാണ് കാസർഗോഡിന്റെ വരുമാനം വർദ്ധിക്കാൻ സഹായകമായത്. കഴിഞ്ഞ വർഷം തലശ്ശേരിക്കും പിന്നിലായിരുന്ന കാസർഗോഡ് ഇത്തവണ വരുമാനത്തിൽ മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. വരുമാനത്തിൽ മികച്ച വർധനയുമായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. പുതിയ കണക്കുകൾ പ്രകാരം ദക്ഷിണ റെയിൽവേയുടെ കീഴിലെ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ കാസർഗോഡ് 33-ാം സ്ഥാനത്താണ്. നില മെച്ചപ്പെടുത്തിയ കാസർഗോഡിന് സംസ്ഥാനത്ത് 15-ാം സ്ഥാനമാണ്. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയത് കാസർഗോഡിന്റെ വരുമാനം വർദ്ധിക്കാൻ സഹായകമായി. കൂടാതെ യാത്രക്കാർക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ട്രെയിൻ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരുമാനം വർദ്ധിപ്പിക്കുവാൻ കാരണമായി. കഴിഞ്ഞ വർഷം തലശ്ശേരിക്കും പിന്നിലായിരുന്ന കാസർഗോഡ് ഇത്തവണ വരുമാനത്തിൽ മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. ഒരു വർഷം പൂർത്തിയായ കോട്ടയം വഴിയുള്ള വന്ദേ ഭാരതിനും ആലപ്പുഴ വഴിയുള്ള 2-ാം വന്ദേ ഭാരതിനും യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വന്ദേ ഭാരത് തുടങ്ങുന്നത് കാസർഗോഡ് നിന്നായതിനാൽ ബുക്കിംഗിലും കൂടുതൽ പരിഗണന ലഭിച്ചു. വടക്കൻ മലബാറിലെ കൂടുതൽ വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തലശ്ശേരിയെ മറികടക്കാൻ കാസർഗോഡിനെ സഹായിച്ചത് ഇതാണ്. 24.03 ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കാസർഗോഡ് നിന്ന് യാത്ര ചെയ്തത്. 33.59 കോടി രൂപയായിരുന്നു വരുമാനം. ഈ വരുമാനം ഇത്തവണ 47 കോടിയായി ഉയർന്നു. കാസർഗോഡിന് പുറമെ വരുമാനത്തിൽ ജില്ലയിലെ പ്രധാന സ്റ്റേഷനായ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലും മികച്ച വർധനവുണ്ടായിട്ടുണ്ട്.
പുതിയ കണക്കുകൾ പ്രകാരം ദക്ഷിണ റെയിൽവേയുടെ കീഴിലെ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ കാഞ്ഞങ്ങാട് 58-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് ഇത് 25-ാം സ്ഥാനമാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ 18.23 കോടിയാണ് വരുമാനം. 16.75 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് റോഡിൽ പായ വിരിച്ച് പ്രതിഷേധം. കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചായിരുന്നു ഡ്രൈവിംഗ് സ്ഥാപന ഉടമയായ തൃക്കരിപ്പൂർ BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിന്റെ പ്രതിഷേധം. പായയും തലയണയും റോഡിൽ വിരിച്ചു കിടന്നായിരുന്നു വേറിട്ട പ്രതിഷേധം അറിയിച്ചത്. ഈ സമരം കേരളത്തിൽ 9 ദിവസത്തോളമായി ടെസ്റ്റുകൾ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ സമരം നടക്കുന്നത്. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത്. കാരണം ക്ലച്ചും ബ്രേക്കും ഇല്ലാതെ, ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ വണ്ടി പഠിപ്പിക്കണം അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് എടുപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത്. ഇത് 3-4 ഉദ്യോഗസ്ഥന്മാർ വലിയ കുത്തക മാഫിയ കമ്പനികളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അവരുടെ രീതിയിൽ ടെസ്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വലിയ സാമ്പത്തിക അഴിമതി നടത്താറുള്ള മേഖലയെ ആക്കി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മാറ്റാനാണ് സർക്കാർ, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് കൂട്ടുനിന്നത്. BMS പ്രവർത്തകർ അനുഭാവം പ്രകടിപ്പിച്ച സ്ഥലത്തെത്തി. 10 മിനിറ്റോളം സമരം നീണ്ടു. ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. പിന്നീട് ഹോസ്ദുർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അപ്രതീക്ഷിത വിലയിടിവിൽ കൊക്കോ വിപണി. റെക്കോർഡ് വിലയിൽ നിന്നും കിലോയ്ക്ക് 60 രൂപയോളമാണ് ഇടിഞ്ഞത്. വേനൽ കൂടി കടുത്തതോടെ ഉൽപാദനവും കുറഞ്ഞു. പച്ച കൊക്കോയ്ക്ക് കിലോയ്ക്ക് 340 രൂപ ഉണ്ടായിരുന്നിടത്താണ് ഇടിവ് സംഭവിച്ചത്. 60 മുതൽ 80 രൂപ വരെയാണ് കുറഞ്ഞത്. ചരിത്രത്തിലാദ്യമായി ഉണക്ക കൊക്കോയുടെ വില 1200 രൂപയും കടന്നിരുന്നു. വില വർദ്ധിച്ചെങ്കിലും ഉൽപാദനക്കുറവും വന്യമൃഗശല്യവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഉണക്ക കൊക്കോയ്ക്ക് 1000-ന് മുകളിൽ വില ലഭിക്കുന്നുണ്ട്. അതേസമയം കടുത്ത വേനൽ കാരണം കൂടുതൽ ഉണങ്ങിയത് മൂലം വില വർധനവ് കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യാത്ത സാഹചര്യമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ മഴയിലുണ്ടായ കുറവാണ് ഉൽപാദനം കുറയാൻ കാരണം. കടുത്ത ചൂടിൽ പൂവിരിയുന്നത് കൊഴിഞ്ഞു പോവുകയാണ്. ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചുയരാൻ കാരണമായത്. അതിനുശേഷമാണ് റെക്കോർഡ് വിലയിൽ നിന്നും ഇടിവ് സംഭവിച്ചത്. വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകർ. മറ്റു കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങിക്കരിയുകയാണ്. കിണറുകളിലും കുളങ്ങളിലും വെള്ളം വറ്റി തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുന്നു. കൊക്കോയ്ക്ക് ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വേനൽ കടുത്തതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം അതിന്റെ പ്രയോജനം കാർഷിക മേഖലയ്ക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പശുക്കൾക്ക് നൽകാൻ വെള്ളമില്ലാതെ കാസർഗോഡെ ക്ഷീര കാർഷിക മേഖല തളരുന്നു. കഠിനമായ ചൂടിൽ മലയോര മേഖലയിലെ ഫാമുകളുടെ പ്രവർത്തനം ദുരിതത്തിലായിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. പശുക്കൾക്ക് വെള്ളമെത്തിക്കുവാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ക്ഷീരസംഘം ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖല കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയത് കന്നുകാലി ഫാമുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പശുക്കൾക്ക് ആവശ്യാനുസരണം വെള്ളം നൽകുവാനോ തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീര കർഷകർ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഫാമിൽ തളർന്നു കിടക്കുന്ന പശുക്കളെയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പശുക്കൾക്ക് വേണ്ടവിധം വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ വിഷമം കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകൻ പങ്കുവച്ചു. വെള്ളം കൊടുക്കാത്തതുകൊണ്ട്, വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പശുവിനെ ഞാൻ ഒഴിവാക്കിയത്. കാരണം കഴിഞ്ഞ വർഷം കിണറിലും വെള്ളം പറ്റി, ഈ വർഷവും പറ്റി. അപ്പോൾ പശുവിനെ തീരെ അല്ല, 2 പശു ഇപ്പോൾ മാത്രമേ ഉള്ളൂ. വലിയ ഫാമായിട്ട് തുടങ്ങിയാണ് ഇപ്പോൾ. പക്ഷേ ഒരു ദിവസം 10-7 ലിറ്റർ പാല് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല ഒഴിവാക്കി. പ്രാവശ്യം അതിലും ജ്യൂസാണ് വെള്ളം. ഇപ്പോൾ കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പശുവിനെ കുടിക്കാനോ കുളിപ്പിക്കാനോ അങ്ങനത്തെ സാധാരണ ഒരു പശുവിന് ഏകദേശം 80 ലിറ്റർ അങ്ങനെയാണ് കണക്ക് ഡോക്ടർ പറഞ്ഞത്. അതിനെ കുളിപ്പിക്കാൻ വേറെ വേണം, കുടിക്കാൻ മാത്രമാണ് 80 ലിറ്റർ വേറെ. അപ്പോൾ അതെല്ലാം കൂടി ബുദ്ധിമുട്ടുകൊണ്ടാണ് എല്ലാം ഒഴിവാക്കുന്നത്. ക്ഷീരാകർഷകർ പകുതി ഉപേക്ഷിച്ച് പോയെന്ന്, പശുവിനെല്ലാം ഒഴിവാക്കി അവരെ വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു പോയത്. അതാണ് അവസ്ഥ.
10-12 പശുക്കളുള്ള ഫാമുകളെല്ലാം കഠിനമായ വേനലിൽ പ്രതിസന്ധിയിലായിട്ട് ആഴ്ചകളായി. വെള്ളം നൽകുന്നത് കുറഞ്ഞതോടെ പാലളവിലും ഗണ്യമായ കുറവുണ്ടായി. ഫാമുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തുകയാണ് ക്ഷീരോത്പാദക സംഘങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന് അഭിമാനമായി BEMHSS സ്കൂൾ. തുടർച്ചയായ 6ാം വർഷവും സ്കൂളിന് 100% വിജയത്തിളക്കം. ഇനി സമാനതകളില്ലാത്ത സൗഹൃദത്തിന്റെ നല്ല പാഠം കാഴ്ചവെച്ച സ്കൂളിലെ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം. സമയം 3 മണി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി SSLC ഫലപ്രഖ്യാപനം തത്സമയം ചാനലുകളിലൂടെ നടത്തുന്നു. പിന്നീട് പരീക്ഷ എഴുതിയ ഓരോ വിദ്യാർത്ഥികൾക്കും നെഞ്ചിടിപ്പിന്റെ നേരമാണ്. കൂട്ടുകാർക്കൊപ്പം കേളുകുട്ടയിലെ വിഷ്ണുപ്രിയയും SSLC ഫലം അറിയാനായി കാത്തിരിക്കുന്നു. എന്നാൽ തൻ്റെ ഉറ്റ സുഹൃത്ത് വിസ്മയ നരേന്ദ്രൻ്റെ പരീക്ഷാഫലമാണ് വിഷ്ണുപ്രിയ ആദ്യം തിരഞ്ഞത്. എല്ലാ വിഷയങ്ങളിലും A+. പിന്നീടാണ് തൻ്റെ ഫലം വിഷ്ണുപ്രിയ നോക്കുന്നത്. തനിക്കും എല്ലാ വിഷയങ്ങളിലും A+ എന്നറിഞ്ഞതോടെ ഇരട്ടി മധുരം. SSLC റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിസ്മയുടെ റിസൾട്ടാണ്. അവളുടെ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയത്. കാരണം ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അവളുടെ റിസൾട്ട് നോക്കിയ ശേഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ ഒന്നിച്ചാണ് വരാറും പോവാറും, പിന്നെ ക്ലാസ്സിൽ ഒന്നിച്ചാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അവളെ റിസൾട്ട് നോക്കിയത്. കേളുകുട്ടയിലെ ഫോട്ടോഗ്രാഫർ വിനയകുമാറിൻ്റെയും പ്രസന്നകുമാരിയുടെയും മകളാണ് വിഷ്ണുപ്രിയ. സഹോദരൻ 3ാം തരം വിദ്യാർത്ഥി വേദാന്ത്. പ്രത്യേക കോച്ചിങ്ങുകൾ ഒന്നുമില്ലാതെയാണ് വിഷ്ണുപ്രിയയുടെ ഈ മിന്നും വിജയം. കറന്തക്കാട് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു വിഷ്ണുപ്രിയയുടെ 7ാം തരം വരെയുള്ള പഠനം. ഭാവിയിൽ ടീച്ചറാകാനാണ് വിഷ്ണുപ്രിയയുടെ ആഗ്രഹം. ഇനി +1 സയൻസ് എടുക്കാനാണ് ആഗ്രഹം. അതിൽ +1 തന്നെ നീറ്റും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു ടീച്ചർ ആവാനാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം. എനിക്ക് A+ലേക്ക് എത്താൻ എൻ്റെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ സവിത ടീച്ചർ. ഞാൻ BM സ്കൂളിലാണ് പഠിച്ചത്. 8 to 10 ഞാൻ BM സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ടീച്ചറായിരുന്നു സവിത ടീച്ചർ. പിന്നെ അവിടെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ പഴയ സ്കൂളായ ബാലഭവൻ, പിന്നെ അച്ഛൻ, അമ്മ, അനിയൻ, അവരും ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും എൻ്റെ അച്ഛനെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഇരിക്കും. രാത്രി ഉറങ്ങില്ല. അങ്ങനെയൊക്കെ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു A+ എന്ന ലെവലിലേക്ക് ഞാൻ എത്തിയത്. തുടർച്ചയായ 6ാം തവണയാണ് BEMHSS സ്കൂൾ ഇത് 100% വിജയം കൈവരിക്കുന്നത്. ഈ വർഷം 252 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 42 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. അധ്യാപകരുടെ ചിട്ടയായ പരിശീലനവും PTA കമ്മിറ്റിയുടെ അകമഴിഞ്ഞ പിന്തുണയും സ്കൂളിനെ മികച്ച വിജയം നേടാൻ പര്യാപ്തമാക്കി. ഫുൾ A+ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. മെയിൻ ടീച്ചേഴ്സിനും, പിന്നെ ഫാമിലിക്കും, പിന്നെ മുമ്പ് പഠിച്ച അഡ്കത്ത് ബെൽ സ്കൂളിലും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് എൻജിനീയറിംഗ് ഫീൽഡിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. മനീഷ ആമി, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഉദ്യാവര ശ്രീ അരച്ചുമാട ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉത്സവത്തിന് കൊടിയേറ്റത്തോടെ തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം 14-ന് കൊടിയിറങ്ങും. മഞ്ചേശ്വരം ഉദ്യാവര ശ്രീ അരച്ചുമാട ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉത്സവത്തിന് കൊടിയേറ്റത്തോടെ തുടക്കമായി. ശ്രീ അരശുമഞ്ചേശ്വർ കൃപ വീരമാരുതി വ്യായാമശാല അംഗങ്ങളുടെ താലിം പ്രദർശനവും നടന്നു. വ്യാഴാഴ്ച രാത്രി യക്ഷഗാനവും സംഗീത രസമഞ്ജരിയും നടന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ അണ്ണാത്തമ്മ ദൈവങ്ങളുടെ നിയമം നടക്കും. തുടർന്ന് വെടിക്കെട്ട് പ്രദർശനവും നടക്കും. അണ്ണാത്തമ്മ മുണ്ടത്തായ ദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. മതസൗഹാർദ്ദത്തിന്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിന്റെ തന്നെ ഉത്സവമാണ്. ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം 14-ന് സമാപിക്കും. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടത്തിവന്ന കരാട്ടെ പരിശീലനത്തിന്റെ ആദ്യ ഗ്രേഡ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് യെല്ലോ ബെൽറ്റ് കൈമാറി. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ബെൽറ്റ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വയം പ്രതിരോധമൊരുക്കാനും കായികക്ഷമത വർദ്ധിപ്പിക്കാനുമായി ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടത്തിവന്ന കരാട്ടെ പരിശീലനത്തിന്റെ ആദ്യ ഗ്രേഡ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് യെല്ലോ ബെൽറ്റ് കൈമാറി. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ബെൽറ്റ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് സാധ്യതയുള്ള കുഞ്ഞുങ്ങളാണ്. അവർ നാളെ ചിലപ്പോൾ വലിയ ശാസ്ത്രജ്ഞരാണ്, നാളെ ചിലപ്പോൾ അന്തർദേശീയ താരങ്ങളാകും ഗെയിംസിലും സ്പോർട്സിലുമൊക്കെ, അല്ലെങ്കിൽ അവർ നാളെ വലിയ എഴുത്തുകാരാണ്, വലിയ ദാർശനികരാണ്. അപ്പൊ ഒരുപാട് സാധ്യതയുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ജയദേവൻ KP അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളറും കേരള ബ്ലാസ്റ്റേഴ്സ് കമന്റേറ്ററുമായ NP പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ, മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, PTA വൈസ് പ്രസിഡന്റ് T നസീർ, സ്റ്റാഫ് സെക്രട്ടറി MTP ഷഹീദ്, PTA മുൻ പ്രസിഡന്റ് കരീം ചന്ദേര എന്നിവർ സംസാരിച്ചു. P സുരേന്ദ്രബാബു, C വിനോദ് കുമാർ, P സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരാട്ടെ പ്രാഥമിക ഘട്ട പരിശീലനം സെന്റ് പോൾ സ്കൂളിലെ 97 വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത്. ഫുട്ബോൾ പരിശീലകനായി ലൈസൻസ് നേടിയ സ്കൂളിലെ കായികാധ്യാപകൻ AGC ഹംലാദിനെയും പ്രമുഖ ഫുട്ബോൾ താരം NP പ്രദീപിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പാലക്കാട് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മുകേഷ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ യോഗം നടത്തിയത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പാലക്കാട് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മുകേഷ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അനുശോചന പ്രമേയം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. ഫസൽ റഹ്മാൻ ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മാധ്യമപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. രാവണീശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ വാർഷികാഘോഷങ്ങളുടെ സമാപനം മെയ് 10, 11, 12 തീയതികളിലായി വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവണേശ്വരത്തിന്റെ കലാ-സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 60ാം വാർഷികത്തിന്റെ ഭാഗമായി 2023 മെയ് 7 തീയതി മുതൽ വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു വരികയാണ്. വാർഷികാഘോഷങ്ങളുടെ സമാപനം മെയ് 10, 11, 12 തീയതികളിലായി നടക്കും. 10, 11 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കും. 64 ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ഭാഗമായി വന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, നടൻ രാജേഷ് മാധവൻ, സിനിമാ സംവിധായകൻ സുധീഷ് ഗോപിനാഥ് എന്നിവരാണ് ജൂറി അംഗങ്ങൾ. ഇതിന്റെ ഭാഗമായി സെലക്ട് ചെയ്ത ഷോർട്ട് ഫിലിമുകൾ 10, 11 തീയതികളിൽ പ്രദർശിപ്പിക്കും. PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. മെയ് 11 വൈകുന്നേരം 4 മണി മുതൽ പ്രവാസി സംഗമം നടക്കും. പ്രവാസി സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ സുഭാഷ് അറുകര അവതരിപ്പിക്കുന്ന കൊട്ടും പാട്ടും നടക്കും. മെയ് 12 ഉച്ചയ്ക്ക് 12 മണി മുതൽ സമൂഹ സദ്യ. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് ഷോർട്ട് ഫിലിം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. തുടർന്ന് സോവനീർ പ്രകാശനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. രാത്രി 8 മണി മുതൽ പ്രശസ്ത പിന്നണി ഗായിക സൈനൂര ഫിലിപ്പ് നയിക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സബീഷ്, ജനറൽ കൺവീനർ വിപിൻ AK, പവിത്രൻ മാസ്റ്റർ, ശ്രീജിത്ത് രാമഗിരി, P കാര്യമ്പു, അനീഷ് രാമഗിരി, ചന്ദ്രൻ K, നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി ശനിയാഴ്ച കാസർഗോഡ്. അൻവർ ഓർമ്മയിൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പെരിയ
കല്യോട്ടെ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ ഒപ്പം ഫോട്ടോ എടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കേസിലെ 13ാം പ്രതിയും പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദേശീയപാതയിൽ മഞ്ചേശ്വരത്ത് വീണ്ടും വാഹനാപകടം. പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഉദ്യാവര സ്വദേശി അബ്ദുൾ ഹമീദാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള റീച്ചിൽ അപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. പെരിയയിലെ അടിപ്പാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ബുധനാഴ്ച പുല്ലൂരിലെ നിർമ്മാണത്തിലുള്ള പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണത്. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേരും ഉന്നത പഠനത്തിന് അർഹത നേടി. ഇത്തവണ 79 സർക്കാർ വിദ്യാലയങ്ങളും 29 എയ്ഡഡ് സ്കൂളുകളും 100 മേനി നേടി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരുമാനത്തിൽ മികച്ച വർധന. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയതാണ് കാസർഗോഡിന്റെ വരുമാനം വർദ്ധിക്കാൻ സഹായകമായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.